വിവിധ രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ പകരച്ചുങ്കം റദ്ദാക്കിയ US സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ 150 ദിവസത്തേക്ക് ആഗോളതലത്തിൽ 10% പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിലുള്ള തീരുവകൾക്ക് പുറമെയാണ് ഇതെന്നും 1974-ലെ വ്യാപാര നിയമപ്രകാരമാണ് ഉത്തരവെന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യക്ക് മേലുള്ള പകരച്ചുങ്കം 18% തുടരുമെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും ആഗോള താരിഫ് ഇന്ത്യക്കും ബാധകമാകുമെന്ന് പിന്നീട് തിരുത്തി. ഇതോടെ ഇന്ത്യക്കുള്ള 18% തീരുവ 10 കുറഞ്ഞു. ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവയും പകരച്ചുങ്കവും നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി അത് റദ്ദാക്കിയ US സുപ്രീം കോടതി എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് പ്രയോഗിച്ചതിൽ പ്രസിഡന്റ് അധികാരപരിധി ലംഘിച്ചെന്ന US കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിന്റെ വിധി ശരിവെക്കുകയായിരുന്നു. എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് ദേശീയ അടിയന്തരാവസ്ഥകളിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും താരിഫ് ചുമത്താനുള്ള അധികാരം US ഭരണഘടന കോൺഗ്രസിനാണ് നൽകിയിട്ടുള്ളതെന്നും നിയമം ഉപയോഗിച്ച് ഏകപക്ഷീയമായി നികുതികൾ അടിച്ചേൽപ്പിക്കാൻ പ്രസിഡന്റിന് അധികാരമില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വിധിയെ ഭയാനകമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് തനിക്കെതിരെ വോട്ട് ചെയ്ത ജഡ്ജിമാർ രാജ്യസ്നേഹമില്ലാത്തവരും US ഭരണഘടനയോട് കൂറില്ലാത്തവരുമാണെന്നും ആരോപിച്ചു. മറ്റു രാജ്യങ്ങളുടെ അന്യായമായ വ്യാപാര രീതികളിൽ നിന്ന് US-നെ സംരക്ഷിക്കുന്നതിന് ട്രംപ് അന്വേഷണം പ്രഖ്യാപിച്ചു. കൂടുതൽ വാർത്തകൾ അറിയാൻ മനോരമ online.com സന്ദർശിക്കുക.